بسم الله الرحمن الرحيم الحمد لله رب العالمين أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد സൂറത്തുൽ ബഖറയിലെ മൂന്നാമത്തെ ആയത്തിന്റെ തഫ്സീറാണ് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ആയത്തിന്റെ തുടർച്ചയാണ് ഈ ആയത്ത്. കഴിഞ്ഞ ആയത്തിൽ എന്താ നമ്മൾ പറഞ്ഞത്? ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഈ കിതാബ് ഹുദയാണ്, സന്മാർഗമാണ്. ഇനിയുള്ള ആയത്തുകളിൽ ആരാണ് ഈ മുത്തഖീങ്ങൾ, അതാണ് വിശദീകരിക്കുന്നത്. മുത്തഖീങ്ങളുടെ വിശേഷണങ്ങൾ എന്തെല്ലാമാണ്, അതാണ് ഇനിയുള്ള ആയത്തിൽ വിശദീകരിക്കുന്നത്. എന്താണ് അവരുടെ ഒന്നാമത്തെ വിശേഷണം? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അല്ലദീന എന്ന് പറഞ്ഞാൽ അൽ മുത്തഖൂൻ എന്ന് പറയുന്ന ആളുകൾ അവരാരാണ്? അവരുടെ വിശേഷണം അല്ലദീന, അവർ ഈ രൂപത്തിലുള്ളവരാണ്. അല്ലദീന യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്ന ആളുകളാണ്. എന്തിലാണ് അവർ വിശ്വസിക്കുന്നത്? ബിൽ ഗൈബി, ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. എന്താ ഗൈബ് എന്ന് പറഞ്ഞാൽ? ഗൈബ് എന്ന് പറഞ്ഞാൽ മറഞ്ഞ കാര്യങ്ങൾ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു നൽകിയാലല്ലാതെ അറിയാൻ സാധിക്കാത്ത കാര്യങ്ങൾക്കാണ് ഗൈബ് എന്ന് പറയുന്നത്. ഗൈബ് രണ്ട് രൂപത്തിലുണ്ട്. ഗൈബുൻ മുത്ലഖ്, അതുപോലെ തന്നെ ഗൈബുൻ മുഖയ്യദ്. ഒന്ന് അൽ ഗൈബുൽ മുത്ലഖ്, അതാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അൽ ഗൈബുൽ മുത്ലഖ്, നിരുപാധികമായ ഗൈബ്. അതായത് ഒരാൾക്കും അറിയില്ല, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അതാണ് പ്രധാനമായുമുള്ള ഉദ്ദേശം. ഉദാഹരണത്തിന് അന്ത്യനാൾ എപ്പോൾ സംഭവിക്കും, അതുപോലെ ഉള്ള കാര്യങ്ങൾ. ഇതാണ് അൽ ഗൈബുൽ മുത്ലഖ്, അള്ളാഹുവിന് മാത്രമേ അത് അറിയുള്ളൂ, ഒരാൾക്കും അറിയില്ല. രണ്ടാമത്തേത് അൽ ഗൈബുൽ മുഖയ്യദ്. അൽ ഗൈബുൽ മുഖയ്യദ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയാമായിരിക്കും, അള്ളാഹു അറിയിച്ചു കൊടുത്താൽ. മറ്റു ചിലർക്ക് അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് ഈ മതിലിനപ്പുറത്തുള്ള കാര്യം എനിക്ക് ഗൈബാണ്, അത് അവിടെ നിൽക്കുന്ന ആൾക്ക് ഗൈബല്ല. മലക്കുകൾ, അവർക്ക് കാണാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്, അത് അവർക്ക് ഗൈബല്ല. അതേസമയം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് ഗൈബാണ്. ജിന്നുകൾ, അവർക്ക് വലിയ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും, അവർക്ക് അറിയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, അത് മനുഷ്യർക്ക് ഗൈബല്ല, ജിന്നുകൾക്ക് ഗൈബാണ്. മനുഷ്യർക്ക് ഗൈബാണ്, ജിന്നുകൾക്ക് ഗൈബല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കോഴി അത് മലക്കിനെ കണ്ടാൽ കൂവുന്നതാണ്, അതിന്റെ ശബ്ദം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ കോഴിയെ സംബന്ധിച്ചിടത്തോളം അതിനെ കാണാന്നുള്ളത് അള്ളാഹു അതിന് കൊടുത്തിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട്. അതിനത് ഗൈബല്ല. അപ്പൊ അത് ഗൈബ് മുഖയ്യദാണ്. ചിലർക്ക് ഗൈബായിരിക്കും, മറ്റു ചില ആളുകൾക്ക് ഗൈബായിക്കൊള്ളണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല അറിയിച്ചു തന്നതല്ലാത്ത, അവൻ അറിയിച്ചു തരാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ അള്ളാഹു അറിയിച്ചു എന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു എന്നതുകൊണ്ട് മാത്രം അവർ വിശ്വസിക്കുന്നു. അതാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അറിയിച്ചു എന്നതുകൊണ്ട് മാത്രം, അവരുടെ ബുദ്ധി കൊണ്ടോ അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ ഒന്നും അവർ കണ്ടെത്തിയതല്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞു, അതുകൊണ്ട് വിശ്വസിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുകൊണ്ട് വിശ്വസിക്കാൻ. അതാണ് അവരുടെ ഒന്നാമത്തെ പ്രത്യേകത. വിശ്വാസമാണ് മുത്തഖീങ്ങളുടെ ഒന്നാമത്തെ ഘടകം. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം അവർ വിശ്വസിക്കുന്നു എന്നതാണ്. الذين يؤمنون بالغيب ويقيمون الصلاة അവർ നിസ്കാരം, യുഖീമൂൻ, ഖുർആനിൽ പലയിടത്തും വന്ന വാക്കാണിത്. അഖീമുസ്സലാ, യുഖീമൂനസ്സലാ, മുഖീമുസ്സലാ. നിസ്കാരം, നിസ്കരിക്കുന്നു എന്നല്ല, നിസ്കരിക്കുന്നു എന്നാണെങ്കിൽ യുസല്ലൂൻ എന്നാ പറഞ്ഞാൽ മതി. എന്നാൽ യുഖീമൂൻ എന്നാണ് പറഞ്ഞത്. എന്താ യുഖീം എന്ന് പറഞ്ഞാൽ? അഖാമ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നേരെ നിർത്തുക, ശരിയായ രൂപത്തിൽ, നേരായ രൂപത്തിൽ, അതിന് വേണ്ട രൂപത്തിൽ, അർഹമായ രൂപത്തിൽ ഒരു കാര്യം ചെയ്യുന്നതിനാണ് അഖാമ എന്ന് പറയുന്നത്. അല്ലദീന യുഖീമൂനസ്സലാ, അവർ നിസ്കാരം നേരാംവണ്ണം നിർവഹിക്കുന്നവരാണ്. അതാണ് ഖുർആനിലെ എല്ലായിടത്തും യുഖീമൂനസ്സലാ എന്ന് പറയുന്നതിന്റെ അർത്ഥം. നിസ്കരിക്കുന്നു എന്നല്ല, മറിച്ച് നിസ്കാരം അതിന് അർഹമായ രൂപത്തിൽ നിറവേറ്റുന്നവരാണ്. അല്ലദീന യുഖീമൂനസ്സലാ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം, തക്ബീർ മുതൽ തുടങ്ങി തസ്ലീമിൽ അവസാനിക്കുന്ന കാര്യം. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, വമിൻ മ, അതാണ് അവിടെ വമിമ്മ എന്ന് പറഞ്ഞത്. മിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ നിന്ന്. വമിമ്മ, ഏതൊരു കാര്യമുണ്ടോ അതിൽ നിന്ന്. എന്താണ് ഏതൊരു കാര്യം? റസഖ്നാഹും, റസഖ്നാ എന്ന് പറഞ്ഞാൽ, റസഖ എന്ന് പറഞ്ഞാൽ ഉപജീവനം നൽകി. റസഖ്നാ, നാം ഉപജീവനം നൽകി. അപ്പൊ നാം ഉപജീവനം നൽകിയ എന്തൊരു കാര്യമുണ്ടോ അതിൽ നിന്ന്.
ആർക്ക് ഉപജീവനം നൽകി? ഒമിമ്മ റസഖ്നാഹും, അവർക്ക്, അതായത് ഈ മുത്തഖീങ്ങൾക്ക്, അവർക്ക് നാം ഉപജീവനം നൽകിയ എന്തൊരു കാര്യമുണ്ടോ അതിൽ നിന്ന് യുംഫിഖൂന, യുംഫിഖൂൻ നാംഫഖാന, അവർ ചിലവഴിക്കുന്നു. യതസദ്ദഖൂൻ എന്നല്ല, യുൻഫിഖൂൻ, ചിലവഴിക്കുന്നു. ഖുർആനിൽ പലയിടത്തും വന്ന വാക്ക് യുൻഫിഖൂൻ എന്നാണ്. സദ്ദഖൂൻ എന്നതിന് പകരം ഹദീസിലും പലയിടത്തും യുൻഫിഖൂൻ എന്ന വാക്കാണ് പലയിടത്തും വന്നിട്ടുള്ളത്. സദഖ എന്നതിനേക്കാൾ വിശാലമായ പദമാണ് ഇൻഫാഖ് എന്നത്. സദഖ എന്ന് പറഞ്ഞാൽ ദാനധർമ്മം മാത്രമാണ്. ഇൻഫാഖ് എന്ന് പറഞ്ഞാൽ ദാനം മാത്രമല്ല, ദാനം അതുപോലെ തന്നെ വീട്ടിലുള്ള ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കുന്നത്, ഉപ്പാക്കും ഉമ്മാക്കും ചെലവിന് കൊടുക്കുന്നത്, ഹദിയ കൊടുക്കുന്നത്, ഇതൊക്കെ ഇൻഫാഖിൽ പെടും. നമുക്ക് ആയത്ത് കുറച്ചുകൂടി വിശാലമാണ്. ഇൻഷാ അല്ലാഹ് ആയത്തിന്റെ തഫ്സീറിന്റെ അവസാനത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടത്. 3 കാര്യങ്ങളാണ് അവരുടെ സവിശേഷതകളായി ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്. ഒന്ന്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. 2, വയുഖീമൂന സ്സലാ. 3, വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുന്നു. ഈ 3 കാര്യങ്ങൾ. ഇനി അതിന്റെ തഫ്സീർ നമുക്ക് വായിച്ചു നോക്കാം. വഹുമുല്ലദീന, വഹും അവർ, അവർ എന്ന് പറഞ്ഞാൽ അൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾ. അവരാരാണ്? അല്ലദീന യുസദ്ദിഖൂന, അവർ സദ്ദിഖൂൻ, സത്യപ്പെടുത്തുന്നു, വിശ്വസിക്കുന്നു. അല്ലദീന യുസദ്ദിഖൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, സത്യപ്പെടുത്തുന്ന ആളുകളാണ്. അല്ലദീ, എന്താണ് ഈ ഗൈബ് എന്ന് പറഞ്ഞാൽ? ഈ അല്ലദീ പൊതുവെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം പറഞ്ഞാൽ അത് ഇങ്ങനെയുള്ളതാണ്, അതിനാണ് ഈ അല്ലദീ ഉപയോഗിക്കുന്നത്. അല്ലദീന സദ്ദിഖൂ ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നത്. ഈ ഗൈബ് എന്താണ്? അല്ലദീ ലാ തുദ്രിക്കുഹു, അദ്റക എന്നാണ് മനസ്സിലാക്കുക, ഗ്രഹിക്കുക. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ലാ തുദ്രിക്കുഹുൽ അബ്സാർ, കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ പൂർണ്ണമായി ഗ്രഹിക്കുക സാധ്യമല്ല. കണ്ണോട് കാണാൻ പറ്റില്ല എന്നല്ല അതിന്റെ അർത്ഥം. ലാ തുദ്രിക്ക് എന്ന് പറഞ്ഞാൽ ലാ തുദ്രിക്കുഹുൽ അബ്സാർ, കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ ഗ്രഹിച്ച് പൂർണ്ണമായി നോക്കിക്കാണുക സാധ്യമല്ല. എന്തുകൊണ്ട്? അള്ളാഹു കണ്ണുകൾ കൊണ്ട് സൃഷ്ടാവാണ്, അവനെ എത്ര നോക്കിയാലും അവന്റെ മഹത്വവും ഇതൊന്നും അവസാനിക്കുന്നില്ല. എത്ര നോക്കിയാലും അവന്റെ കണ്ണുകൾ കൊണ്ട് അവനെ കുറിച്ച് പൂർണ്ണമായി അറിയുക അത് ഒരിക്കലും സാധ്യമല്ല. ഇദ്റാഖ് എന്ന് പറഞ്ഞാൽ കാര്യം ഗ്രഹിക്കുക. അല്ലാതെ ലാ തുദ്രിക്കുഹു, ഇത് കണ്ടെത്താൻ കഴിയില്ല. ഗൈബ് എന്ന് പറഞ്ഞാൽ ലാ തുദ്രിക്കു, അത് ഗ്രഹിക്കുക സാധ്യമല്ല. അല്ലദീ ലാ തുദ്രിക്കുഹു ഹവാസുഹും, ഹവാസ് ഹവാസുൽ ഖംസ എന്നറിയും. ഹവാസ് എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ. അതിൽ ഇവിടെ പഞ്ചേന്ദ്രിയം എന്ന് പറഞ്ഞിട്ടില്ല, ഹവാസിനെ പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യന് ഗ്രഹിക്കാനുള്ള ഉപകരണങ്ങൾ, അവയവങ്ങൾ, കണ്ണ്, മൂക്ക്, നാവ്, കേൾവി, അല്ലേ, ചെവി, തൊലി, ഇതൊക്കെയാണ് ഹവാസ്. ഖുർആനിൽ പറയും ഹിസ്സിയത്ത്, ഖുർആനിലല്ല ഹിസ്സിയത്ത് എന്ന് പറയും. ഹിസ്സിയത്ത് എന്ന് പറഞ്ഞാൽ അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, അനുഭവിച്ചറിയാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ഹിസ്സിയത്ത് എന്ന് പറയാം. അല്ലദീ ലാ തുദ്രിക്കുഹു ഹവാസുഹും, അവരുടെ അവയവങ്ങൾ കൊണ്ട് അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ. മലക്ക്, ജിന്ന്, അതുപോലെ തന്നെ അള്ളാഹു അറിയിച്ചു തന്ന കാര്യങ്ങൾ, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ചരിത്രത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആകാശലോകത്തുള്ള കാര്യങ്ങൾ, പരലോകത്തുള്ള നരക, സ്വർഗം, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്ന നമ്മുടെ ബുദ്ധി കൊണ്ടോ ചിന്തകൾ കൊണ്ടോ കണ്ടെത്താൻ കഴിയാത്ത, ഗവേഷണങ്ങൾ കൊണ്ട് കണ്ടെത്താൻ വലാ ഉഖൂലുഹും, ഹവാസ് മാത്രമല്ല വലാ ഉഖൂലുഹും, അവരുടെ ബുദ്ധി കൊണ്ട് അവർക്ക് ചിന്തിച്ച് കണ്ടെത്താൻ കഴിയാത്ത അത്തരം കാര്യങ്ങൾ, അതിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അവർ. അതിലവരുടെ അടിത്തറ എന്താ? അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ പറഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ആയത്തുകൾ ഉദ്ദേശിക്കുന്ന ഒരിക്കലും അവർക്ക് ബുദ്ധിക്ക് വിരുദ്ധമായത് വിശ്വസിക്കുന്നു എന്നല്ല. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരിക്കലും ശരീഅത്തിൽ ബുദ്ധിക്ക് വിരുദ്ധമായ ഒരു കാര്യം ഉണ്ടാവില്ല, ബുദ്ധിക്ക് ഓപ്പോസിറ്റ് ആവുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? ബുദ്ധിയുടെ ശേഷിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ബുദ്ധി കൊണ്ട് സമ്പൂർണമായി ഗ്രഹിച്ചെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടാവും. അതാണ് ശരീഅത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞാൽ കാണാം, ശരീഅത്തു തഅതി ബിമുഹാറാത്തിൽ ഉഖൂൽ ലാ ബിമുഹാലാത്തിൽ ഉഖൂൽ. മനുഷ്യരുടെ ബുദ്ധി കൊണ്ട്, മുഹാലാത്തുൽ ഉഖൂൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ബുദ്ധി കൊണ്ട് ബുദ്ധിക്ക് വിരുദ്ധമാകുന്ന അസാധ്യമായ കാര്യങ്ങൾ, അതൊരിക്കലും സംഭവിക്കുക സാധ്യമേ അല്ലാത്ത
കാര്യങ്ങൾ അതൊരിക്കലും ശരീഅത്തിൽ ഉണ്ടാവില്ല. അത് അള്ളാഹു ഒരിക്കലും അറിയിക്കില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അങ്ങനെ വരില്ല. ബുദ്ധി കൊണ്ട് ഒരിക്കലും നടക്കാത്ത കാര്യം, അതൊരു പ്രപഞ്ചത്തിലേക്ക് സംഭവിക്കാൻ പറ്റാത്ത, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയില്ല. പക്ഷേ തഅതി ബി മുഹാറാത്തിൽ ഉഖൂൽ, മനുഷ്യരുടെ ബുദ്ധിയെ പരിഭ്രാന്തമാക്കുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ ശരീഅത്തിൽ വരും. അവരുടെ ബുദ്ധിയെ ആശ്ചര്യപ്പെടുത്തുന്ന, ഇപ്പോൾ ബുറാഖിനെ കുറിച്ചുള്ള വിവരണങ്ങൾ, അതിന് കണ്ണെത്തുന്നിടത്തതിൻ്റെ കാലെത്തുന്നതാണ്. അത് നമ്മുടെ ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അത് സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ആ കാലഘട്ടത്തിൽ മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ബുദ്ധി കൊണ്ട് ആ ബുദ്ധിക്ക് അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. പക്ഷെ ഒരിക്കലും സാധിക്കാത്ത കാര്യമാണോ? അത് അല്ല, അള്ളാഹുവിന് സാധിക്കുന്ന കാര്യമാണ്. പ്രപഞ്ചത്തിൽ സംഭവിക്കുക സാധ്യമായ ഒരു കാര്യമാണ്. മനസ്സിലായത്? രണ്ടും തമ്മിൽ വ്യത്യാസം. മുഹാറാത്തുൽ ഉഖൂൽ, മുഹാലാത്തുൽ ഉഖൂൽ, രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ അവർ ബുദ്ധിയുള്ളവരാണ്, അഖ്ലുള്ളവരാണ്. അവരുടെ ശരീഅത്തിൽ ഉള്ളതെല്ലാം അഖ്ലിന് അനുയോജ്യമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിൽ അവരുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത അത്ഭുതകരമായ കാര്യങ്ങൾ കേട്ടാൽ അള്ളാഹു പറഞ്ഞു എന്നതുകൊണ്ട് അവരത് വിശ്വസിക്കും. അത് ബുദ്ധിയാണ്, അത് സാമാന്യ ബുദ്ധിയാണ്. നമ്മേക്കാൾ അറിവുള്ള ഒരാൾ ഒരു കാര്യം പറഞ്ഞു തന്നാൽ, സത്യമാണ് പറയുന്നത് എന്ന് ഉറപ്പുള്ള ഒരാൾ നമുക്കൊരു കാര്യം പറഞ്ഞു തന്നാൽ അത് അംഗീകരിക്കുക എന്നത് ബുദ്ധിയാണ്. ഇബ്നുൽ ഖയ്യിം അതിന് ഉദാഹരണമായി പറഞ്ഞ ഡോക്ടർമാരുടെ കാര്യമാണ്. ഡോക്ടർമാർ ചികിത്സക്ക് അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ, നമ്മൾ രോഗം പറഞ്ഞാൽ അവർ മരുന്ന് പറയും. അവർ ചിലപ്പോൾ പറയുന്ന മരുന്നിൻ്റെ രീതിയോ ചികിത്സാ രീതികളോ നമ്മുടെ ബുദ്ധിക്ക് ചിലപ്പോൾ പൂർണ്ണമായി യോജിച്ചുകൊള്ളുന്ന കാര്യമായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ പറയും കയ്യെന്ന് മുറിച്ചാലെന്ന് അറിയും, കാക്കട്ടെ, അല്ലെങ്കിൽ കാല് മുറിച്ചാലെന്ന് അറിയും. നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ചിലപ്പോൾ ഇത് വലിയ അപകടകരമായ കാര്യമായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷേ പല കാര്യങ്ങളും നമുക്ക് വേദനയുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും നമ്മൾ അംഗീകരിക്കുന്നു. എത്രയോ ആൾക്കാർ ആ ഡോക്ടറുടെ കൈ അബദ്ധം കൊണ്ട് ഖബറിലെത്തിയിട്ടുണ്ട്. ഞാൻ ഇബ്നുൽ ഖയ്യിം പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞല്ല, ഇബ്നുൽ ഖയ്യിം പറയാം. എത്രയോ ആൾക്കാർ അയാളെ കൈ കൊണ്ട് ഖബറിലെത്തിയിട്ടുണ്ട്. എന്നിട്ടും അയാൾ പറയുന്നത് അംഗീകരിക്കാനും അനുസരിക്കാനും നമ്മൾ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെക്കാൾ അയാൾക്ക് വൈദ്യത്തിൽ വിവരമുണ്ട്, വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് വിവരമുണ്ട്. ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു ഒരു കാര്യം അറിയിച്ചാൽ അത് വിശ്വസിക്കുക, അംഗീകരിക്കുക എന്നുള്ളതാണ് ബുദ്ധി. അതുപോലെ വേറെ ചില പണ്ഡിതന്മാർ ഒരു മുഫ്തിയുടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഒരു നാട്ടിൽ ചെന്നിറങ്ങി. ആ നാട്ടിൽ ചെന്നിറങ്ങിയപ്പോൾ അയാൾ വന്നിരിക്കുന്നത് അയാളൊരു വലിയ വിഷയത്തെക്കുറിച്ച് പരിഹാരം ചോദിക്കാനാണ്. അല്ലെങ്കിൽ അയാൾ ഒരു വീടുണ്ടാക്കാൻ ഒരു എഞ്ചിനീയർ അന്വേഷിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അയാൾ രോഗം ചികിത്സിക്കാൻ ഒരു ഡോക്ടറെ അന്വേഷിച്ചുകൊണ്ട് ഒരു നാട്ടിലേക്ക് വന്നു. അങ്ങനെ ആ ബസ് ഇറങ്ങി. അയാൾ ബസ് സ്റ്റോപ്പിൽ കാണുന്ന ഒരാൾ ചോദിച്ചു, ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ആ ഡോക്ടറുടെ വീട് എവിടെയാണെന്ന് കാണിച്ചു തരണം, എഞ്ചിനീയർ എവിടെയാണെന്ന് കാണിച്ചു തരണം. അയാൾ ഈ പറഞ്ഞ ബസ് സ്റ്റോപ്പിലുള്ള സാധാരണക്കാരനായ ഇയാൾക്ക് ഡോക്ടറുടെ വീട് കാണിച്ചു കൊടുത്തു. ഡോക്ടറോട് രോഗങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടർ ചികിത്സ ഇന്നതാണെന്ന് പറഞ്ഞു. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ വഴികാട്ടിയായ ആൾ, ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന സാധാരണക്കാരനായ അയാൾ പറയണേ, ഈ ഡോക്ടർ പറയും നിങ്ങൾ എടുക്കരുത്, ഞാനല്ല നിങ്ങൾക്ക് ഈ ഡോക്ടറെ കാണിച്ചു തന്നത്, ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് ആ വഴിയിലുള്ള ആൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതേപോലെയാണ് ബുദ്ധിയുടെ കാര്യം. ബുദ്ധി നമുക്ക് അള്ളാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരുന്നു. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെതാണ് എന്ന് ബോധ്യപ്പെടുത്തി തരുന്നു. ഇതിലേക്ക് എത്തിക്കുന്ന വഴികാട്ടിയാണ് ബുദ്ധി. അള്ളാഹു ഉണ്ട്, ലോകങ്ങളുടെ സൃഷ്ടാവുണ്ട്, നിന്റെ ബുദ്ധി അടക്കം പഠിച്ചൊരു റബ്ബുണ്ട് എന്ന് കാണിച്ചു തരുന്ന വഴികാട്ടിയാണ് ബുദ്ധി. ബുദ്ധി ഇല്ലാത്തവന് ഇത് കണ്ടെത്താൻ പറ്റുമോ? ഭ്രാന്തന് ഇല്ല. ബുദ്ധിയുള്ളവനെ ഇത് കണ്ടെത്താൻ സാധിക്കുള്ളൂ. അള്ളാഹു ഉണ്ട് എന്ന് നമ്മെ അറിയിച്ചു തന്നതിന് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമേ പറയൂ എന്ന് അറിയിച്ചു തന്നതിന് ശേഷം, അവിടത്തേക്ക് അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയിച്ചു തന്നതിന് ശേഷം ബുദ്ധി പറയാണ്, ഞാനല്ലേ ഇതൊക്കെ കാണിച്ചു തന്നത്, ഇനി അവർ പറഞ്ഞൊന്നും സ്വീകരിക്കരുത്, ഞാൻ പറഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? നേരത്തെ പറഞ്ഞ ആളെ പോലെ. മനസ്സിലായോ ഞാൻ പറഞ്ഞെങ്കിൽ? ഇത് രണ്ടും ബുദ്ധിയെ ശരീഅത്തിന് മുകളിൽ വെക്കുന്ന ആളുകൾക്കുള്ള എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാവുന്ന മറുപടിയാണ്. ഡോക്ടറുടെ കാര്യവും അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ വഴികാട്ടിയുടെ കാര്യവും. അപ്പോൾ ബുദ്ധി വഴികാട്ടി മാത്രമാണ്.
കാര്യങ്ങളുടെ എല്ലാം മേൽ നിയന്ത്രണം പറയാനുള്ള അവകാശം ബുദ്ധിക്കില്ല. എന്തുകൊണ്ടില്ല? കാരണം ബുദ്ധി ദുർബലമാണ്. ഇത് വലിയ കഴിവുള്ള, ആകെ ഇത്രേ ഇതിന് വലുപ്പമുള്ളൂ. ഇത് വർക്ക് ചെയ്യുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? അടിസ്ഥാനപ്പെടുത്തിയാണ് കണ്ണ്, മൂക്ക്, നാവിലുള്ള രുചി, വായന, കേൾവി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുടെ ശേഷി കുറയും. നോക്കൂ, നിങ്ങളൊരു കാഴ്ചയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചയുള്ള പലർക്കുമുള്ള കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാവില്ല, അല്ലേ? കാഴ്ചയുള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന പല കാര്യം കാഴ്ചയില്ലാത്ത ഒരാൾക്ക് മനസ്സിലാവില്ല. കേൾവി ഇല്ലാത്ത ഒരാൾക്കോ, കേൾവിയുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന പലതും അയാൾക്ക് മനസ്സിലാവില്ല. ഏതെങ്കിലും ഒന്ന് മിസ്സാവുമ്പോഴത്തേക്ക് അയാളുടെ ബുദ്ധി വർക്ക് ചെയ്യാൻ പ്രയാസപ്പെടുകയാണ്. ഇതെല്ലാം ലഭിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം തന്നെ അതെല്ലാവർക്കും വ്യത്യസ്തമാണ്. നമ്മളെല്ലാവരുടെയും കാഴ്ച ഒരുപോലെയാണോ? അല്ല. പരുന്തിന്റെ കാഴ്ച എത്ര ഉണ്ട്? മൃഗങ്ങൾ മറ്റു പലതും കാണുന്നുണ്ട് അവരുടെ കണ്ണുകൊണ്ട് എന്നാണ് പറയുന്നത്. അതായത് ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത് മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത പല ലൈറ്റും അവർക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ്. കേൾവിയെക്കുറിച്ച് ഇതേപോലെ തന്നെയാണ്. മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുന്ന ഇത്ര ഡെസിബിളിനുള്ളിലുള്ളതും ഇത്ര ഡെസിബിളിന് മുകളിൽ പോയാലും കേൾക്കാൻ പറ്റില്ല, താഴത്ത് പോലും കേൾക്കാൻ പറ്റില്ല. നമ്മുടെ കേൾവിക്ക് പരിധിയുണ്ട്, കാഴ്ചക്ക് പരിധിയുണ്ട്. ഈ പരിധികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബുദ്ധിക്ക് എന്തുകൊണ്ടും പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഒരാളുടെ ഈ കാര്യമാണ് ദീനിൽ ബുദ്ധിപരമായ ചില കാര്യങ്ങൾ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നിഷേധം പറഞ്ഞ ഒരാളോട് ഇബ്നു അബ്ബാസ് ഈ ഉദാഹരണമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, നീ ആ തറയിലൂടെ നടക്കുന്ന ഉറുമ്പിനെ കാണുന്നില്ലേ? അതിന്റെ കാൽപ്പാടുകളുടെ ഒച്ച കേൾക്കുന്നുണ്ടോ? ഇല്ല. ആകാശത്തൂടെ പറക്കുന്ന ഒരു പക്ഷിയെ നീ കാണുന്നില്ലേ? ആ കാണുന്നുണ്ട്. അതിന്റെ ചിറകടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ല. ഈ കാണുന്ന കഴിവില്ലാത്ത കണ്ണുകൊണ്ടും കഴിവില്ലാത്ത ചെവി കൊണ്ടുമാണ് നിന്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നത്. അതിന് താങ്ങാൻ പറ്റാത്തത് എടുക്കാൻ പറഞ്ഞാൽ അത് വിവരക്കേടാണ്, ബുദ്ധിയില്ലായ്മയാണ്. ഏതുപോലെ? ഉദാഹരണത്തിന് നിങ്ങൾ തന്നെ നോക്കൂ, ഇവിടെ പല ജോലിയുള്ള ആൾക്കാരുണ്ട്. എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ടാവും, വേറുള്ള പല. നിങ്ങൾ ഏതെങ്കിലും ഒരാൾ എഞ്ചിനീയർമാരുടെ പുസ്തകം എടുത്തു വരാം, ഒരാൾ ഡോക്ടറുടെ പുസ്തകം എടുത്തു വരാം. ഞാൻ ഇതിൽ ഏതെങ്കിലും 2-3 പേജ് മറിച്ചു നോക്കിയിട്ട് വരാം, എന്തൊക്കെ വിവരക്കേടാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ എങ്ങനെയായിരിക്കും വീക്ഷിക്കുക? എന്തൊരു വിവരക്കേടുള്ള മനുഷ്യനാണ് ഇയാൾ. അയാൾക്ക് യാതൊരു വിവരമില്ലാത്തൊരു പുസ്തകം എടുത്തു നോക്കിയിട്ട് അയാൾ ഇതൊന്നും ശരിയില്ല എന്ന് പറഞ്ഞു. എൻ്റെ വിവരം, എനിക്കറിയാത്ത വിഷയങ്ങൾ പലതുമുണ്ട്. നിങ്ങൾക്കറിയുന്ന പല വിഷയങ്ങളും നിങ്ങൾക്കറിയാത്ത വിഷയങ്ങൾ. ഇത് മനുഷ്യരുടെ ഇടയിലുള്ള വിജ്ഞാനങ്ങളുടെ വ്യത്യാസമാണ്. അപ്പൊ ആകാശഭൂമികളുടെ സൃഷ്ടാവായ റബ്ബ് അറിയിക്കുന്ന കാര്യം അത് എനിക്ക് എൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തള്ളുന്ന, നിഷേധിക്കുന്ന ഒരാൾ, അയാളുടെ അവസ്ഥ എത്ര പരിതാപകരമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഈ പ്രശ്നമാണ് പരിഹരിച്ചത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, അവർ നിഷേധിക്കുന്നവരല്ല. അവർക്ക് ഈമാനുണ്ട്. ഇതാണ് ഒന്നാമത്തെ സ്വഭാവം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഖുർആൻ തുടങ്ങുമ്പോൾ പറഞ്ഞ പാഠം ഇതാണ്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുക, ചോദ്യം ചെയ്യരുത്. ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. അള്ളാഹു അവൻ ചെയ്യുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. വഹും യുസ്അലൂൻ, അവരോട് ചോദിക്കപ്പെടുന്നതാണ്. എന്തിനാ ഇത് വിശ്വസിക്കാൻ പറഞ്ഞു, എന്തിനാ അത് വിശ്വസിക്കാൻ പറഞ്ഞു? അള്ളാഹ് പറഞ്ഞാണ് വിശ്വസിക്കണം, വിശ്വസിക്കണം, പ്രവർത്തിക്കണം, പ്രവർത്തിക്കണം. അവിടെ തിരിച്ചു ചോദ്യമില്ല. കാരണം അള്ളാഹു സൃഷ്ടാവാണ്, നീ സൃഷ്ടിയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, ബിൽ ഗൈബി അല്ലദി ലാ തുദ്രികു ഹവാസു വലാ ഉഖൂലുഹും വഹ്ദഹ. അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ അവരുടെ ബുദ്ധി കൊണ്ടോ, വഹ്ദഹ അവ കൊണ്ട് മാത്രം കണ്ടെത്താൻ കഴിയാത്ത ഗൈബായ കാര്യങ്ങളിൽ അവർ വിശ്വസിക്കുന്നു. അതിന്റെ വഹ്ദഹ എന്ന് പറയാൻ കാരണം, ശരീഅത്ത് അറിയിച്ചു കഴിഞ്ഞാൽ ജിന്നുണ്ട് എന്ന് അള്ളാഹു അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, നമ്മളെ ബുദ്ധി കൊണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റും. മലക്കുണ്ട് എന്ന് അള്ളാഹ് അറിയിച്ചു തന്നാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റും. റൂഹുണ്ട് എന്ന് അള്ളാഹു അറിയിച്ചാൽ വിശ്വസിക്കാൻ പറ്റും. അപ്പൊ പിന്നെ നമ്മളെ ബുദ്ധി അത് ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ ബുദ്ധി കൊണ്ട് മാത്രം ഇത് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. അതാണ് അവിടെ വഹ്ദഹ എന്ന് പറയുന്നത്. എന്താ വഹ്ദഹ എന്ന് പറഞ്ഞാൽ? അതുകൊണ്ട് മാത്രം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രം, നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രം കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അവർ. ലിഅന്നഹു ലാ യുഅറഫു ഇല്ലാ ബിവഹയില്ലാഹി ഇലാ റസൂലിഹി. ലിഅന്നഹു, എന്തുകൊണ്ടാണ് അവരങ്ങനെ വിശ്വസിക്കുന്നത്? ലിഅന്നഹു, കാരണം ലാ യുഅറഫു, ആ കാര്യങ്ങൾ ലാ യുഅറഫു, അത് അറിയാൻ സാധിക്കുകയില്ല.
എന്തില്ല ഞാൻ പറഞ്ഞില്ലേ ജുഹൂലായ പ്രയോഗം നോക്കി നിങ്ങളുടെ അത് അറിയപ്പെടുകയില്ല എന്നാണ്. അങ്ങനെ മലയാളത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല. ലാ യുറഫു എന്ന് പറയുമ്പോൾ അത് അറിയാൻ കഴിയില്ല. ആർക്കറിയാൻ കഴിയില്ല? ഒരാൾക്കും അറിയാൻ കഴിയില്ല. ഇല്ലാ ബി വഹയില്ല, എങ്ങനെയല്ലാതെ? അള്ളാഹുവിന്റെ വഹി കൊണ്ടല്ലാതെ. ആർക്കുള്ള വഹി കൊണ്ടല്ലാതെ? ഇലാ റുസുലിഹി, അള്ളാഹുവിന്റെ റസൂലുമാർക്കുള്ള വഹി കൊണ്ടല്ലാതെ അത് അറിയുക സാധ്യമല്ല. മിസ്ല അല്ലെങ്കിൽ മിസ്ലു, ഉദാഹരണത്തിന്. ഉദാഹരണം ഏതൊക്കെയാ ഉദാഹരണം? മിസ്ലുൽ ഈമാനി ബിൽ മലായിക, മലക്കുകളിലുള്ള വിശ്വാസം പോലെ. വൽ ജന്നത്തി വന്നാർ, സ്വർഗത്തിലും നരകത്തിലും ഒക്കെയുള്ള വിശ്വാസം പോലെ. ഇതൊന്നും അള്ളാഹു പറഞ്ഞു തരാതെ നമുക്കറിയാൻ പറ്റില്ല. നമ്മളെ ബുദ്ധി കൊണ്ട് എത്ര ടെലസ്കോപ്പ് വലുതാക്കിയിട്ടും കാര്യമില്ല, സ്വർഗം കാണുക സാധ്യമല്ല. എത്ര നീളമുള്ള ഇത് കുഴിച്ചു നോക്കിയിട്ടും കാര്യമില്ല, നരകം കണ്ടെത്താൻ കഴിയുകയില്ല. ഏതൊക്കെ റഡാർ ഉണ്ടായിട്ടും കാര്യമില്ല, അള്ളാഹു ഉദ്ദേശിക്കാതെ മലക്കുകളെ കാണാൻ സാധിക്കുകയില്ല. وغير ذلك مما أخبر الله به أو أخبر به رسوله صلى الله عليه وسلم. وغير ذلك ഇതല്ലാത്ത കാര്യങ്ങളും, സ്വർഗം നരകം മലക്കുകൾ, ഇത് മാത്രമല്ല. وغير ذلك ഇതിനു പുറമേ ഉള്ളത്, ഗൈർ തന്നെ അല്ലാത്തത്. وغير ذلك അതിനു പുറമേ ഉള്ളത്. മിമ്മ അഖ്ബർ അല്ലാഹു ബിഹി, അള്ളാഹു അറിയിച്ച കാര്യങ്ങളിൽ, ഔ അഖ്ബറ ബിഹി റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന കാര്യങ്ങൾ. അള്ളാഹും അവന്റെ റസൂലും അറിയിച്ചു തന്ന ഇതുപോലുള്ള കാര്യങ്ങളിൽ അവർ വിശ്വസിക്കുന്നവരാണ്. വൽ ഈമാനു വയുമിനൂൻ എന്നല്ലേ അവിടെ പറഞ്ഞത്? നോക്കൂ, അത് ഈ തഫ്സീറിന്റെ ഒരു നല്ല പ്രത്യേകതയിൽപ്പെട്ടതാണ്. ഇങ്ങനെ ശരീഅത്തിന്റെ ഇസ്തിലാഹാത്ത്, ശരീഅത്തിലെ ദീനിന്റെ ടെർമിനോളജികളുണ്ട്, ദീനിൽ ഉപയോഗിക്കുന്ന മുസ്തലഹകൾ, അത് ഇതിൽ വേറെ തന്നെ വിശദീകരിക്കും. ഈ ടേമുകൾ എല്ലായിടത്തും ശ്രദ്ധിക്കണ്ട. ഖുർആനിൽ യുമിനൂൻ, അൽ ഈമാൻ, അല്ലദീന യുമിനൂൻ, അല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു, ഇങ്ങനെ ഖുർആനിൽ ഈമാൻ എന്ന് ഉപയോഗിക്കുന്നതൊക്കെ ഇനി പറയുന്ന അർത്ഥത്തിലാണ്. ഇതാണ് ഇവിടെയാണ് പരിഭാഷകൾ വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നത്. നമ്മുടെ നാട്ടിൽ പരിഭാഷ തന്നെ അല്ലദീന ആമനു, സത്യവിശ്വാസികൾ, വിശ്വസിച്ചവർ, സത്യത്തിൽ വിശ്വസിച്ചവർ. അത് മലയാള പരിഭാഷയാണ്. ഈമാൻ എന്നത് ഒരു ഇസ്ലാമികമായ സാങ്കേതിക പദമാണ്. സത്യത്തിൽ വിശ്വസിച്ചവർ എന്നിട്ട് പിന്നെ ആൾക്കാർ അതിന് വെച്ചിട്ട് അങ്ങ് ഉണ്ടാക്കുകയാണ് പല വിശദീകരണങ്ങളും. എന്നിട്ട് ആൾക്കാർ സത്യത്തിൽ വിശ്വസിച്ചാൽ മതി, പ്രപഞ്ചമുണ്ട്, സൃഷ്ടാവുണ്ട് എന്ന സത്യത്തിൽ വിശ്വസിച്ചവരൊക്കെ സ്വർഗത്തിലാണ്. ഈമാൻ എന്നത് ഇസ്ലാമിന്റെ ഒരു പദമാണ്. ഇസ്ലാമിൽ കൊണ്ടുവന്ന, അള്ളാന്റെ ദീനിൽ വന്ന ഒരു സാങ്കേതിക പദമാണത്. അതിന് അതിന്റെ അർത്ഥം തന്നെ കൊടുക്കണം. ഉദാഹരണത്തിന് ഹജ്ജ് എന്നുള്ളതിന്റെ സാങ്കേതിക ഭാഷാർത്ഥം എന്താ? ലക്ഷ്യം വെക്കുക, ഒരു സ്ഥലത്തേക്ക് ഉദ്ദേശിച്ച് യാത്ര ചെയ്യാനാണ്. ഖുർആനിൽ പലയിടത്തും ഹജ്ജുൽ ബൈത്ത് എന്നുണ്ട്. അപ്പൊ ഒരാൾ പറയാം, എന്റെ വീട്ടിലെ ലക്ഷ്യം വെച്ച് നടന്നാൽ ഹജ്ജ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഓരോരുത്തരും അവനവന്റെ, അതൊരു സാങ്കേതിക പദം. ഹജ്ജ് എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉംറ എന്ന് പറഞ്ഞാൽ അതിന് ഒരു അർത്ഥമുണ്ട്. ഇങ്ങനെ എല്ലാത്തിനും സാങ്കേതികമായ അർത്ഥങ്ങളുണ്ട്. ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചാൽ ഇനി പറയുന്നതാണ് അതിന്റെ അർത്ഥം. വൽ ഈമാനു, ഈമാൻ എന്നാൽ കലിമത്തുൻ ജാമിഅത്തുൻ, അതൊരു ജാമിഅത്തായ വാക്കാണ്. എന്നാൽ പല ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ വാക്കാണ്. എന്തിനെല്ലാം അത് ഉൾക്കൊള്ളുന്നുണ്ട്? കലിമത്തുൻ ജാമിഅത്തുൻ ലിൽ ഇഖ്റാറി ബില്ലാഹ്, അള്ളാഹു ഉണ്ട് എന്ന ഹൃദയം കൊണ്ട് അംഗീകരിക്കുക. ഇതിന്റെ തുടക്കം അതാണ്. ഒരാൾ അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കണം. നമ്മൾ ഈമാൻ കാര്യം പഠിപ്പിച്ചു പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ വിശ്വസിക്കണം, റുബൂബിയത്തിൽ വിശ്വസിക്കണം, ഇസ്മാ സിഫാത്തിൽ വിശ്വസിക്കണം. അവനാണ് മുഅ്മിൻ എന്ന് ഖുർആനിലൊക്കെ പറയുന്നത്. അല്ലാതെ സത്യവിശ്വാസി എന്ന ഈ ഒരു സാങ്കേതിക പദത്തിന് പരിഭാഷ കൊടുക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞതാണ്, നേരത്തെ പറഞ്ഞതാണ്. പല ആൾക്കാർ നമ്മുടെ നാട്ടിൽ എന്നിട്ട് സുബ്ഹാനല്ലാഹ് ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാർ വരെ ഖുർആൻ തഫ്സീർ പറയാതെ, മുസ്ലിം അല്ലാത്ത ആൾക്കാർ, അച്ഛന്മാരും വരെ ഖുർആൻ തഫ്സീർ പറയാ ചാനലുകളിൽ എന്നിട്ട് കണ്ടില്ലേ, ഖുർആനിലെ മഹത്തരമായ ഒരാശയം, സത്യവിശ്വാസം സ്വീകരിക്കാനാണ് ഇപ്പോൾ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വിശ്വാസം ഏതാ? ഒന്ന് അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. അതാണ് തുടക്കം. അതായത് ഒരു സാങ്കേതിക പദമാണത്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു കിതാബാണ് ഷെയ്ഖ് അബ്ദുള്ള
ഉം, ഏഹ്, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടിയുടെ ഒരു പുസ്തകമുണ്ട്. ഇസ്ലാമിലെ സാങ്കേതിക പദങ്ങൾ എന്നിട്ടത് 5-6 ദർസുകളായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പറ്റുന്ന കേൾക്കണം. എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് കുഫർ, എന്താണ് നിഫാഖ്, എന്താണ് ഷിർക്ക്, ഇതൊക്കെ സാങ്കേതിക പദങ്ങളാണ്. അതിന് ആ ടേമുകൾക്കൊക്കെ ഓരോ സ്ഥലത്തും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ അർത്ഥമാണുള്ളത്. അത് മനസ്സിലാക്കാതെ ഒരാൾ അത്തരം പദങ്ങൾക്ക് അർത്ഥം പറഞ്ഞാൽ വലിയ അപകടമുണ്ടാകും. ഏത് വിഷയത്തിലും അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹദീസും സഹീഹ് എന്ന് പറഞ്ഞാൽ അതൊരു സാങ്കേതിക പദമാണ്, അല്ലെ? സഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. ഒരാൾ പറയുന്നു നല്ല ആരോഗ്യമുള്ള ഒരു ഹദീസാണ് ഇത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സഹീഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്, ആരോഗ്യമുള്ളതാണ്. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അല്ല. അതേപോലെയാണ് ഈമാൻ, അതൊരു സാങ്കേതിക പദമാണ്. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുൽ വിശ്വസിക്കുക, വമലായികതിഹി, മലക്കുകളിൽ വിശ്വസിക്കുക. കണ്ടില്ലേ? മലക്കുകളിൽ വിശ്വസിക്കണം. വകുതുബിഹി, അള്ളാഹുന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം. വറുസുലിഹി, അള്ളാഹുന്റെ റസൂലുകളിൽ വിശ്വസിക്കണം. വലിയൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കണം. ചിലർക്ക് തെറ്റിക്കലാടോ, വലിയൗമുൽ ആഖിർ എന്ന് പറയുന്നത്. വലിയൗമുൽ ആഖിർ ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനത്തേത്. അന്ത്യനാളിൽ വിശ്വസിക്കണം. വൽ ഖദരി ഖൈരിഹി വശർരിഹി, അള്ളാഹുവിന്റെ ഖദറിൽ, അവന്റെ വിധിയിൽ വിശ്വസിക്കണം. ഖൈരിഹി വശർരിഹി, അള്ളാഹുവിന്റെ ഖദറിന്റെ നന്മയിലും തിന്മയിലും വിശ്വസിക്കാം. ഈ ഈമാൻ കാര്യങ്ങൾ 6 കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഇതിലൊക്കെ വിശ്വസിച്ചവനാണ് ഖുർആനിൽ മുഅ്മിൻ എന്നീ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുർആനിൽ എല്ലായിടത്തും മുഅ്മിൻ എന്ന് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വിശ്വസിച്ചവരേ എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് അത്ര നീണ്ടൊരു വാക്കാണത്. ഇപ്പൊ പരിഭാഷയിൽ നമുക്കത് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് സത്യവിശ്വാസികളെ എന്നൊക്കെ എഴുതി വെക്കുന്നു. യഥാർത്ഥത്തിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതാ ഈ പറഞ്ഞതിലൊക്കെ അല്ലാഹുലും റസൂലിലും പരലോകത്തിലൊക്കെ വിശ്വസിച്ചവരെ എന്നാണ് അവിടെ വിളിക്കുന്നത്. ഒരു സാങ്കേതിക പദമാണ്. അപ്പൊ അങ്ങനെ വിശ്വസിച്ച ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കുന്നതിന് പറയുന്ന വാക്കാണ് ഈമാൻ എന്നത്. വതസ്ദീഖിൽ ഇഖ്റാറി ബിൽ ഖൗലി വൽ അമലി ബിൽ ഖൽബി വൽ ലിസാനി വൽ ജവാരിഹ്. അല്ലാഹു ഉണ്ട്, മലക്കുണ്ട്, ഈ പറഞ്ഞതൊക്കെ അംഗീകരിച്ചല്ലോ. തസ്ദീഖിൽ ഇഖ്റാർ, ആ അംഗീകാരം അതിനെ സത്യപ്പെടുത്തണം. എങ്ങനെ സത്യപ്പെടുത്തണം? ബിൽ ഖൗൽ, നാവ് കൊണ്ട്. എങ്ങനെ നാവ് കൊണ്ട് സത്യപ്പെടുത്തുക? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയണം. നോക്കൂ, അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക് ഈ പറഞ്ഞ ആയത്തുകളിലൊക്കെ ഈ ഈമാനിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞതൊക്കെ ഷഹാദത്ത് കലിമ ചൊല്ലിയ മുസ്ലിങ്ങളെ കുറിച്ചാണ്, അല്ലാതെ ഷഹാദത്ത് അല്ലാത്ത ആൾക്കാരെ കുറിച്ചല്ല. ഇന്ന് ചില ആളുകൾ നഊദു ബില്ലാഹി മിൻ ദാലിക്, ആളുകൾ അള്ളാഹു വഴികേടുന്ന് കാത്തുരക്ഷിക്കട്ടെ, ആൾക്കാർ ചിലർ ഇന്ന് പറയുന്ന പോലെ ഏതോ മരിച്ചുപോയ പിന്നെ കമ്മ്യൂണിസ്റ്റ് നേതാവും ഇന്ന പാർട്ടി നേതാവും ഒക്കെ സ്വർഗത്തിൽ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഞാൻ ആ സ്വർഗത്തിൽ കയറില്ല. എത്ര വലിയ നിഷേധമാണ് ഈ പറയുന്നത്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ ഈമാൻ ഇതാണ്, ഇതൊക്കെ വിശ്വസിക്കാന്നുള്ളതാണ്. അപ്പൊ അത് നാവ് കൊണ്ട് അംഗീകരിക്കണം. വൽ അമൽ, അതുപോലെ തന്നെ പ്രവർത്തനം കൊണ്ട്. എങ്ങനെയാ പ്രവർത്തിക്കേണ്ടത്? ബിൽ ഖൽബി വൽ ലിസാനി വൽ ജവാരിഹ്, ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും. ശരീരത്തിലെ ജവാരിഹ് എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ. ജാരിഹത്ത് എന്നതിന്റെ ബഹുവചനമാണത്. ജാരിഹത്ത് എന്റെ ബഹുവചനമാണ് ജവാരിഹ്. ജവാരിഹ് എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ, ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് അത് പ്രവർത്തിച്ച് കാണിക്കുമ്പോൾ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഗുണം. അതാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞത്. വഹും മഅ തസ്ദീഖിഹിം ബിൽ ഗൈബി, വഹും ഈ ആളുകൾ മുത്തഖീങ്ങൾ, മഅ തസ്ദീഖിഹിം ബിൽ ഗൈബ്, അവർ ഗൈബ് വിശ്വസിക്കുന്നു എന്നതിനോടൊപ്പം യുഹാഫിളൂന, യുഹാഫിളൂൻ, യുഹാഫിളൂന الذين يحافظون، القرآن الله قد أفلح المؤمنون الذين هم في صلاتهم لا، سورة المعارج الآية الذين هم في صلاتهم حافظون. لا يحافظون. لا, ഖുർആൻ നിസ്കാരം അവർ മുഹാഫള നടത്തുന്നവരാണ്. മുഹാഫള എന്ന് പറഞ്ഞാൽ അതിനെ കൃത്യമായി സംരക്ഷിക്കുന്നവരാണ്, നഷ്ടപ്പെടാതെ പാഴാകാതെ സംരക്ഷിക്കുക. അതാണ് മുഹാഫള. നിസ്കാരം ഹിഫ്ള് ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശം. യുഹാഫിദൂന അലാ അദാഇ സ്വലാ, നിസ്കാരം അവർ
നിർവഹിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരാണ്, അത് സൂക്ഷിക്കുന്നവരാണ്. എങ്ങനെയൊക്കെയാണ്? ഫി മവാഖീതിഹ. ഒന്ന്, അതിന്റെ സമയത്ത് നിസ്കരിക്കും, സമയം കഴിഞ്ഞിട്ടല്ല, സമയത്ത് നിസ്കരിക്കും. ഓരോ നിസ്കാരത്തിനും അതിന്റെ സമയമുണ്ട്. അപ്പൊ അതിന്റെ സമയത്തിനുള്ളിൽ അവർ നിസ്കരിക്കുന്നു. അതിൽ തന്നെ നിസ്കാരം അവ്വലുൽ വഖ്ത് നിർവഹിക്കലാണ് അഫ്ദൽ. അവ്വൽ വഖ്ത് ഹദീസിൽ വന്ന പോലെ ഏറ്റവും അഫ്ദലായ അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹ. നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നിസ്കാരത്തിനും അതിന്റെ അഫ്ദലായ സമയം പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് അത് നിർവഹിക്കുക. ചില നിസ്കാരം ചില സമയത്ത് വൈകിപ്പിക്കൽ അഫ്ദലാണ്. ഉദാഹരണത്തിന് ളുഹർ നിസ്കാരം ചൂടുള്ള സമയത്ത് മസ്ജിദുൽ ജമാഅത്ത് ഇമാമ് നിർവഹിക്കുന്നുണ്ടെങ്കിലേ അത് പറ്റുള്ളൂ. നല്ല ചൂട് കടുത്ത സമയത്ത് നിസ്കാരം ളുഹർ കുറച്ച് വൈകിപ്പിക്കുക എന്നുള്ള സുന്നത്താണ്. ഇമാമ് വൈകിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രം. ഇമാമ് വൈകിപ്പിക്കുന്നുണ്ടെങ്കിലോ നടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരം അതിന്റെ അഫ്ളലായ സമയമായി പഠിപ്പിച്ച സമയം ഏതാണോ ആ സമയത്ത് നിർവഹിക്കുന്നവരാണ്. അദാഅൻ സഹീഹൻ. എങ്ങനെയാണ് അവർ നിർവഹിക്കുന്നത്? അദാഅൻ സഹീഹൻ, ശരിയായ സാധുവായ രൂപത്തിലുള്ള നിസ്കാരമാണ്. അദാ എന്നാണ് നിർവഹിക്കുക. സഹീഹൻ, ശരിയായ രൂപത്തിൽ. നിസ്കാരം സഹീഹാവണമെങ്കിൽ എന്തൊക്കെ വേണം? നിസ്കാരത്തിന്റെ ഷർത്ത് പാലിക്കണം, ഷുറൂത്തുകൾ, അർക്കാനുകൾ, വാജിബാത്തുകൾ. ഇത് മൂന്നുമാണ് നിസ്കാരം സഹീഹാവാൻ വേണ്ടത്. അതൊക്കെ ഷുറൂത്ത്, അർക്കാന്, വാജിബാത്ത്. ഷർത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് മുൻപ് ശ്രദ്ധിക്കേണ്ടത്. ഓളു എടുക്കുക, ശുദ്ധീകരിക്കുക, നജ്സ് വൃത്തിയാക്കുക, ഖിബ്ലക്ക് നേരെ തിരിയുക, അതുപോലെ ഉള്ള കാര്യങ്ങൾ. ഇതാണ് ഷുറൂത്തുകൾ, നിസ്കാരത്തിന് പുറത്തുള്ള കാര്യങ്ങൾ. അർക്കാനുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് ഉള്ളിലുള്ള കാര്യങ്ങൾ. നിൽക്കാൻ സാധിക്കുന്ന നിൽക്കുക, തക്ബീറത്തുൽ ഇഹ്റാം, റുക്കൂഅ്, സുജൂദ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതാണ് റുക്നുകൾ. വാജിബാത്തുകൾ എന്ന് പറഞ്ഞാൽ റുക്ന് നഷ്ടപ്പെട്ടാൽ ഒന്നല്ലെങ്കിൽ നിസ്കാരമേ ബാത്തിലാവും, അല്ലെങ്കിൽ റക്അത്ത് നഷ്ടപ്പെടും. ഉദാഹരണത്തിന് ഒരു റക്അത്തിൽ റുക്കൂഅ് മറന്നാൽ ആ റക്അത്ത് ബാത്തിലായി, റക്അത്ത് വീണ്ടും മടക്കണം. തക്ബീറത്തുൽ ഇഹ്റാം പോയാലോ നിസ്കാരമേ പോയി, നിസ്കാരമേ ബാത്തിലാവും. അതാണ് റുക്നുകൾ. വാജിബാത്തുകളോ? വാജിബാത്ത് ഒരാൾ മറന്നുകൊണ്ട് ഉപേക്ഷിച്ചാൽ റക്അത്ത് ബാത്തിലാവില്ല, നിസ്കാരം ബാത്തിലാവില്ല. പിന്നെ എന്ത് മതി? സഹ്വിന്റെ സുജൂദ് മതി. ഇത് മൂന്നുമാണ് നിസ്കാരം സഹീഹാവാൻ ആവശ്യമുള്ളത്. വഫ്ഖ മാ ശറഅ അല്ലാഹു ലിനബിയിഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ഈ നിസ്കാരം നിർവഹിക്കുന്നത് ശരിയായ സാധുവായ രൂപത്തിലാണ്. വഫ്ഖ എന്നാണ് യോജിച്ച രൂപത്തിൽ. മുവാഫിഖ്, യോജിച്ച. വഫ്ഖ മാ ശറഅ അല്ലാഹു ലിനബിയിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നിയമമാക്കിയ രൂപത്തിലാണ് അവർ നിസ്കാരം നിർവഹിക്കുന്നത്. നിസ്കാരത്തിന്റെ പൂർണ്ണത സുന്നത്തുകൾ വർദ്ധിപ്പിക്കുകയും കറാഹത്തുകൾ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ്. നിസ്കാരം പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, ഷർത്ത്, റുക്ന്, വാജിബ്. നാലാമതൊരു കാര്യം മുബ്തിലാത്തുസ് സ്വലാഹ്, നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ. ഈ 4 കാര്യം നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് 4 നിസ്കാരത്തിൽ നിർബന്ധമായി അറിയേണ്ടതാണ്. പിന്നെ അതിനുശേഷം സുന്നത്തുകളും മക്രൂഹുകളും മനസ്സിലാക്കുകയും അത് അതിനനുസരിച്ച് ഒഴിവാക്കുകയും ചെയ്യുകയൊക്കെ ചെയ്താൽ നിസ്കാരം പൂർണ്ണത വരും. ചിലപ്പോഴെങ്കിലും ആൾക്കാർക്ക് സുന്നത്ത് അറിയാം, പക്ഷെ നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യം ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഉദാഹരണത്തിന് ചില ആളുകൾ നിസ്കാരത്തിൽ വരുത്തുന്ന, അറിവില്ലാതെ വരുത്തുന്ന കാര്യങ്ങളിലൊന്നാണ് തക്ബീറത്തുൽ ഇഹ്റാം ശരിയായ രൂപത്തിൽ കെട്ടാതിരിക്കുക എന്നുള്ളത്. നിസ്കാരത്തിൽ വരും തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോഴുള്ള പ്രത്യേകത എന്താ? നേരെ നിന്നുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം. ഇങ്ങനെ കുനിഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടരുത്. നേരെ നിന്നുകൊണ്ട് മുഅ്തദിലായിക്കൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടേണ്ടത്. അപ്പൊ ചിലപ്പോൾ ഓടി വന്നിട്ട് ഈ നിൽക്കുന്ന സമയം ഇങ്ങനെ ആക്കും. ഇത് നിസ്കാരം തന്നെ ബാത്തിലാക്കി കളയും. കാരണം എന്താ? നേരെ നിന്നിട്ടില്ല. അത് നേരെ നിൽക്കണം. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ നേരെ നിൽക്കണം, അത് നിർബന്ധമാണ്. അതേപോലെ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴത്തേക്ക് തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരം ബാത്തിലാണ്. മറ്റ് തക്ബീറുകളിൽ ഇമാമിനെ മുന്തിക്കുന്നത് പോലെയല്ല തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കാര്യം. ഇമാം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞതിന് ശേഷമല്ലാതെ തക്ബീറത്തുൽ ഇഹ്റാമിൽ കെട്ടരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില ശ്രദ്ധിക്കില്ല, നിസ്കാരം ബാത്തിലായിപ്പോവും. രണ്ടാമത്തെ കാര്യം നിസ്കാരമാണ്. 1 വിശ്വാസം, 2 നിസ്കാരം, 3 വമിമ്മ അഅതൈനാഹും മിനൽ മാലി യുഖ്രിജൂന സദഖത അംവാലിഹിം അൽവാജിബത വൽമുസ്തഹബ്ബ വമിമ്മ അഅതൈനാഹും. മൂന്നാമത്തെ കാര്യം അവർ നാം നൽകിയതിൽ നിന്ന്. അഅതാന നൽകി, അഅതൈനാന നാം നൽകി.
അഅതൈനാഹും നാം അവർക്ക് നൽകിയതിൽ നിന്ന്, മിനൽ മാലി സമ്പത്തിൽ നിന്ന്, നാം അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന്, യുഖ്രിജൂന അവർ നൽകുന്നു. യുഖ്രിജൂന എന്നാൽ ശരിക്കും പുറത്തെടുക്കുന്നു എന്നാണ്, പുറത്തെടുത്ത് കൊടുക്കുന്നു. എന്താ അവർ പുറത്തെടുത്ത് കൊടുക്കുന്നത്? സദഖത അംവാലിഹിം, അവരുടെ സമ്പത്തിലെ സദഖ, സദഖ ദാനം. അൽ വാജിബത വൽ മുസ്തഹബ്ബ, വാജിബായതും മുസ്തഹബ്ബായതും. വാജിബായ സദഖയിൽ ഒന്നാമത്തേത് അവനവൻ്റെ കുടുംബത്തിനുള്ളതാണ്. വാജിബായ സദഖയിൽ ഏറ്റവും അടുത്തുള്ള ആളുകൾ, അവർക്കാണ് ഏറ്റവും അഫ്ളലായ സദഖ. നബി സ്വല്ലല്ലാഹു ഹദീസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, അവിടുന്ന് പറഞ്ഞതായി കാണാം, ഒരു മനുഷ്യൻ ഒരു ദീനാർ തൻ്റെ വീട്ടുകാർക്ക് നൽകുന്നു, ഒരു ദീനാർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് നൽകുന്നു, ഒരു ദീനാർ ഒരു ദരിദ്രന് മിസ്കീന് സ്വതക്കയായി നൽകുന്നു, ഒരു ദീനാർ ഇന്ന ഇന്ന സ്ഥലങ്ങളിലൊക്കെ നൽകുന്നു. അങ്ങനെ പലതും അവിടുന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു അതിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് അവൻ്റെ വീട്ടുകാർ കൊടുക്കുന്ന. ഇന്ന് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ആളുകൾ പഠിപ്പിക്കാത്ത കാര്യങ്ങളൊന്നാണിത്. അവനവൻ്റെ വീട്ടുകാർക്ക് നൽകുന്ന സ്വതക്ക അഫ്ളലായ സ്വതക്കയിൽപ്പെട്ടതാണ്. അവനവൻ്റെ ഉമ്മാക്ക്, ഉപ്പാക്ക്, ഭാര്യക്ക്, മക്കൾക്ക്, അതുപോലെ എളാമാക്ക്, എളാപ്പാക്ക്, മൂത്താപ്പ, മൂത്തമ്മ, ഇവർക്കൊക്കെ കൊടുക്കുന്നത് അതിലെന്തുണ്ട്? സിലത്ത് റഹിമുണ്ട്, അതോടൊപ്പം സ്വതക്കയുണ്ട്. അത് കൂടുതൽ അഫ്ളലാണ്. അതിൽ ചില ആൾക്കാർ പുണ്യം വിചാരിക്കൂല, നീയത്ത് വെക്കൂല. അതിപ്പോൾ നമ്മൾ എന്തായാലും മാസാമാസം അയച്ചു കൊടുക്കുന്നതല്ലേ എന്ന രൂപത്തിൽ കാണും. അങ്ങനെയല്ല, പുണ്യം നീയത്ത് വെക്കണതല്ല. അൽ വാജിബത്ത് വൽ മുസ്തഹബ്, മുസ്തഹബായ സ്വതക്ക, മുസ്തഹബായ സ്വതക്കയിൽപ്പെട്ട കുറേ ഉണ്ട്. പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന സ്വതക്കകൾ ഒക്കെ, അതുപോലെ തന്നെ ഹദിയകൾ, ഹദിയ കൊടുക്കുക എന്നുള്ളത്, ഇതൊക്കെ മുസ്തഹബായ സ്വതക്കയിൽപ്പെട്ടതാണ്. ഇതാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയാനുള്ളത്. നോക്കൂ, ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു നിർത്താം. അള്ളാഹുവോട് പറഞ്ഞു വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ. നോക്കൂ, അത്രയും നേരം പറഞ്ഞ പ്രയോഗത്തിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം അവിടെ ഉണ്ട്. ഖീമുന സ്സലാ യുഅ്മിനൂന ബിൽ ഗൈബ്, ഇതൊക്കെ ആദ്യം ഫിഅ്ൽ പറയുക ചെയ്തത്. യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുന്നു, ബിൽ ഗൈബ് ഗൈബിൽ വിശ്വസിക്കുന്നു. യുഖീമൂൻ നിലനിർത്തുന്നു, സ്വലാ നിസ്കാരം. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ വമിമ്മ റസഖ്നാഹും യുൻഫിഖൂന മിമ്മ റസഖ്നാഹും എന്നല്ല പറഞ്ഞത്, വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ സദഖ നൽകുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ചില ഉലമാക്കൾ പറഞ്ഞേക്കാണ് ഇവിടെ പല പാഠങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ എന്നാണ് പറഞ്ഞത്, യതസദ്ദഖൂൻ എന്ന് പറഞ്ഞില്ല, സദഖ നൽകുന്നു എന്ന് പറഞ്ഞില്ല. കാരണം ഇതിൽ ഹദിയയും അതുപോലെ തന്നെ വാജിബായ കാര്യങ്ങൾ, കഫാറത്ത്, സക്കാത്ത് ഒക്കെ വാജിബാണ്. ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയാണ്. ഈ പറഞ്ഞതിലൊക്കെ പ്രതിഫലമുണ്ട്. ഒരാൾ ഉദ്ഹിയത്ത്, അതുപോലെ അഖീഖ, ഇങ്ങനെ എന്തൊക്കെ ഇൻഫാഖുകൾ, എന്തൊക്കെ ചെലവുകളുണ്ടോ, ഒരു മനുഷ്യൻ അവന്റെ സമ്പത്തിൽ നിന്ന് എന്തെല്ലാം ചിലവഴിക്കുന്നോ അത് ഏതെല്ലാം ഹലാലായ കട സമയത്ത് കൊടുത്താൽ കട നല്ല രൂപത്തിൽ വീട്ടാന്നുള്ളത് അല്ലെ. നബി സ്വല്ലല്ലാഹു ഹദീസിൽ ചില ഹദീസുകൾ വന്ന പോലെ വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും പിന്നെ കച്ചവടം ചെയ്യുന്ന സമയത്ത് സംഹനായി കച്ചവടം ചെയ്യുക എന്നുള്ളത് അവിടുന്ന് നല്ല കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സൗമ്യത ഉള്ളവനാവുക. ചില ആൾക്കാർ കടം കൊടുത്താലും പ്രശ്നമാണ്, ചില ആൾക്കാർ കടം വാങ്ങിയാലും പ്രശ്നമാണ്. പക്ഷെ ഇത് രണ്ടും ഇല്ലാതെ ഇരിക്കുക എന്നുള്ളത് ഹയറാണ്. ഈ പറഞ്ഞ ഏതൊക്കെ വാജിബായ കാര്യമുണ്ടോ, ഏതൊക്കെ മുസ്തഹബായ കാര്യമുണ്ടോ അതെല്ലാം ഇതിൽ ഉൾപ്പെടും. രണ്ട്, നോക്കൂ, ആർക്ക് കൊടുക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞില്ല. ഉമ്മ റസഖ്നാഹും യുൻഫിഖൂന ലിൽ മസാകീൻ അല്ലെങ്കിൽ യുൻഫിഖൂന ലിൽ അഹൽ, യുൻഫിഖൂന ലിൽ അഖാരിബ് ഒന്നും പറഞ്ഞില്ല. അവർ തങ്ങൾക്ക് ലഭിച്ച അള്ളാഹ് നൽകിയ സമ്പത്ത് യുൻഫിഖൂൻ, ചിലവഴിക്കും. എല്ലാവരും ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അത് പറയാതെ വിട്ടതോടുകൂടി ഇതിലെല്ലാവരും പെട്ടു, മിസ്കീൻ പെട്ടു. സുബ്ഹാനല്ലാഹ്, ഹദീസുകൾ കാണാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ രാത്രി അവൻ്റെ കയ്യിലുള്ള കുറച്ച് പൈസയായിട്ട് ഇറങ്ങി എന്ന് ഒരാൾക്ക് സദഖ കൊടുക്കണം. അവൻ ഒരാൾക്ക് കൊടുത്തു, രാത്രിയാണ്, ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അവൻ കൊടുത്തത് ഒരു വിചാരിക്കായിപ്പോയി. രാവിലെ ആയപ്പോൾ ആളുകൾ പറഞ്ഞു, ഇതാ ആളുകൾ വിചാരിക്കും സദഖ കൊടുത്തിരിക്കും. അവൻ വിചാരിക്കാൻ ഉദ്ദേശിച്ചു കൊടുത്തതല്ല, അവൻ രഹസ്യമാക്കാൻ ഉദ്ദേശിച്ചതാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ചിലപ്പോൾ ആ സ്ത്രീ എന്റെ സദഖ കാരണത്താൽ ഈ വൃത്തികേട് ഉപേക്ഷിച്ചേക്കാം, ഞാൻ ഖൈർ ഉദ്ദേശിച്ച് നൽകിയതാണ്. അള്ളാഹുവിന് പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ്.
ഒരു ദിവസം അവൻ സ്വതക്ക കൊടുത്തത് ധനികനാണ്. അവൻ കൊടുത്തത് ഒരു ധനികനാണ്. ആളുകൾ പറഞ്ഞു, കണ്ടില്ലേ, ഒരു ധനികന് സ്വതക്ക കിട്ടിയിരിക്കുന്നു. അവൻ പറഞ്ഞു, ചിലപ്പോൾ അയാൾ എന്റെ സ്വതക്ക കാരണത്താൽ നാളെ മറ്റുള്ളവർക്ക് സ്വതക്ക കൊടുത്തേക്കാം. മനുഷ്യന്റെ നീയത്തനുസരിച്ച് അവന്റെ സ്വതക്കകൾക്ക് പ്രതിഫലമുണ്ട്. അപ്പൊ ഇവിടെ ആർക്കാണ് സ്വതക്ക കൊടുക്കേണ്ടത് എന്ന് അള്ളാഹു പറഞ്ഞില്ല, അല്ലെങ്കിൽ ആർക്കുമേൽ ചെലവഴിക്കുന്നു എന്നത് പറഞ്ഞില്ല. കാരണം ആർക്കുമേൽ ചെലവഴിച്ചാലും ഹയറായ രൂപത്തിലാണോ അതിനൊക്കെ പ്രതിഫലമുണ്ട്. 3, മിമ്മ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന്. എന്ത് നൽകി? മിമ്മ റസഖ്നാഹും മിന ദഹബി വൽ ഫിദ്ദ എന്ന് പറഞ്ഞോ? സ്വർണ്ണവും വെള്ളി എന്ന് പറഞ്ഞോ? ഇല്ല. നാം നൽകിയ മിമ്മ റസഖ്നാഹും മിന ബുയൂത്ത് വൽ അംവാൽ അങ്ങനെ പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. മിമ്മ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന്. റിസ്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നത് പല രൂപത്തിലാണ്. ചിലർക്ക് സമ്പത്താണ്, ചിലർക്ക് ആരോഗ്യമാണ്, ചിലർക്ക് ശാരീരിക ശേഷിയാണ്, ചിലർക്ക് അറിവാണ്, ചിലർക്ക് മറ്റു പലതും ലഭിക്കുന്ന ആളുകളുണ്ട്. എന്താണോ അവർക്ക് നൽകിയത് അതിൽ നിന്ന് കൊടുക്കുക. ഒരു ദീനാറും കയ്യിലില്ലേ, എനിക്ക് ആരോഗ്യമുണ്ട്, പാവപ്പെട്ട ഒരാൾക്ക് ഒരു സാധനം എടുത്തു വെക്കാൻ സഹായിച്ചാൽ, ഹദീസിൽ വന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, വതുഈനു റജുല അലാ ദാബത്തിഹി, ഒരു മനുഷ്യന് അവന്റെ വാഹനപ്പുറത്ത് സാധനം കയറ്റിവെക്കാൻ സഹായിച്ചാൽ അത് സദഖയാണ്. എന്തിൽ നിന്ന് എന്ന് പറഞ്ഞില്ല. മാത്രമല്ല ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ഏറ്റവും അഫ്ദലായ സദഖ ഇൽമു കൊണ്ടുള്ള സദഖയാണ്. എല്ലാ സമ്പത്തും കൊണ്ടുള്ള സദഖയേക്കാളും അഫ്ദലാണ്. അപ്പൊ എന്ത് കാര്യത്തിലും സദഖയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. നിനക്ക് എന്താണോ കിട്ടിയത് അത് കൊടുക്കുക, നൽകുന്നവനാവുക. ഹദീസിൽ വന്ന പോലെ അൽ യദുൽ ഉല്യ ഖൈർ മിനൽ യദുസ് സുഫ്ല, താഴെയുള്ള കൈയിനേക്കാൾ ഉത്തമം മുകളിലുള്ള കൈയാണ്. അപ്പൊ 3-ാമത്തെ പാഠം അതാണ്. 4-ാമത്തെ പാഠം, വമിമ്മ റസഖ്നാഹും, നാം റിസ്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുന്നു. അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു റിസ്ക് കിട്ടാത്ത ഒരാളുമില്ല. എല്ലാവരും അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും റിസ്ക് കിട്ടിയവനാണ്. അതിൽ ഖനിയും ഫക്കീറും പെട്ടു, സമ്പന്നനും ദരിദ്രനും പെട്ടു. അപ്പൊ അവർക്ക് ആർക്കും ചെയ്യാം എന്ന് മനസ്സിലാക്കാം. മാത്രമല്ല അത് എത്ര കുറച്ചാണെങ്കിലും കുഴപ്പമില്ല. അള്ളാഹു ഇവിടെ കുറെ കൊടുത്തു എന്ന് പറഞ്ഞു. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ കസീറൻ എന്ന് പറഞ്ഞോ? ഇല്ല. കുറെ കൊടുക്കുന്നവരാണെന്ന് പറഞ്ഞു? ഇല്ല. അവർ നാം അവർക്ക് നൽകിയതിൽ അവർ കൊടുക്കുന്നതേ പറഞ്ഞോളൂ. അള്ളാഹ് നിനക്ക് നൽകിയ 10 റിയാലാണോ, 1 റിയാൽ നീ കൊടുത്താലും നീ പറഞ്ഞതിൽ ഉൾപ്പെട്ടു. വലിയ പൈസക്കാരനാവണമെന്നില്ല, അല്ലേ പറഞ്ഞത്? ഖുർആനിൽ ഈ ഹദ്ഫിന്, അതായത് ഒരു ചില കാര്യങ്ങൾ പറയാതെ വിടുക എന്നതിന് വലിയ പാഠങ്ങൾ നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു വമിമ്മ റസഖ്നാഹും, നാം അവർക്ക് നൽകി. അപ്പൊ എന്ത് മനസ്സിലായി? അള്ളാഹ് റിസ്ക് നൽകുന്നത്, റിസ്ക് അള്ളാഹുവിന്റെ കയ്യിലാണ്. മാത്രമല്ല വമിമ്മ റസഖ്നാഹും എന്ന് പറഞ്ഞതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഖാറൂനോട് അള്ളാഹു സുബ്ഹാനഹു തആല, ഖാറൂൻ എനിക്കറിയാം വലിയ പൈസക്കാരനായിരുന്നു. ഖാറൂനിനോട് ആ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞ വാക്കിന് സമാനമാണിത്. എന്താ ഖാറൂനോട് അവർ പറഞ്ഞത്? അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്, അള്ളാഹു നിന്നോട് നന്മ കാണിച്ചതുപോലെ നീ മറ്റുള്ളവർക്ക് നന്മ കാണിക്ക്. നിനക്ക് അള്ളാഹു റിസ്ക് തന്നതുപോലെ നീ വേറെ ആൾക്കാർക്ക് കൊടുക്ക് എന്ന സൂചന അതിലുണ്ട്. നാം നിനക്ക് തന്നതാണ്, നീ അന്ന് കൊടുത്താൽ മതി. അത് വളരെ നല്ല അർത്ഥമാണ് അതിലുള്ളത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് പറഞ്ഞപ്പോൾ വമിമ്മ എന്നാണ് പറഞ്ഞത്. അവിടെ ഒരിക്കലും യുഖീമൂന സ്വലാ വയുൻഫിഖൂന മാ റസഖ്നാഹും എന്ന് പറഞ്ഞില്ല. എന്താ വയുൻഫിഖൂന മാ റസഖ്നാഹും എന്ന് പറയുന്നതും മിമ്മ റസഖ്നാഹും എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം? അള്ളാഹു സമ്പത്ത് മുഴുവൻ, കിട്ടിയത് മുഴുവൻ ദാനം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. വമിമ്മ, കിട്ടിയതിൽ നിന്ന് ചിലത് കൊടുത്താൽ മതി, മുഴുവൻ കൊടുക്കണ്ടല്ല. സക്കാത്ത് എത്ര കുറച്ചാണ് അള്ളാഹു സക്കാത്ത് നിശ്ചയിച്ചത്? 100-ൽ 2.5%, 100 റിയാലിന് 2. അത് തന്നെ 100 റിയാലുള്ളവനൊക്കെ കൊടുക്കണ്ട. ഇത്രയും ധനികനാവുന്ന പദവിയിലെത്തിയാൽ മാത്രമേ ഇത് കൊടുക്കേണ്ടുള്ളൂ. ഇത്രയും പാഠങ്ങൾ അതിലുണ്ട്. هذا والله تعالى أعلم بالصواب. صلى الله وسلم بارك على نبينا محمد وعلى آله وصحبه وسلم.